ഗുഡ് മോർണിംഗ്. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2ൻ്റെ 21ാമത്തെ ക്ലാസ്സാണിത്. ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ കിറ്റ് AAC കിറ്റാണ്. So this AAC kit is a collection of personal protective equipment and other materials used to prevent the spread of disease that are transmitted through the air, such as tuberculosis, COVID-19, measles and chickenpox. സോ AAC കിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സും മറ്റ് മെറ്റീരിയൽസും ഉള്ള ഒരു കിറ്റിനെയാണ് നമ്മൾ ഈ എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ കിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ കിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചില ഡിസീസ്, അത് എയറിലൂടെ ട്രാൻസ്മിറ്റ് ആവുന്ന ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു AAC കിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം എയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ് അവിടെ പറയുന്നത് ട്യൂബർക്യുലോസിസ്, COVID-19, മീസൽസ് ആൻഡ് ചിക്കൻ പോക്സ്. സോ ഇതാണ് AAC കിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടേമാണ് ഡിസീസ് ദാറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ എയർ എന്ന് പറയുന്നത്. അപ്പം അതെന്താണെന്ന് നോക്കാം. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ക്യാരിയിങ് ഇൻഫെക്ഷ്യസ് പാത്തോജൻസ് ജനറേറ്റഡ് ഡ്യൂറിങ് കഫിംഗ്, സ്നീസിംഗ്, talking, etc. Droplets generally greater than 5 micrometer typically refers to the distances with 3 feet of the infected patient. അപ്പം ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ് എയർബോണിൽ എയറിലൂടെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസാണ് പറയുന്നത്. അതാണ് ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഫ് ചെയ്യുമ്പോൾ, സ്നീസ് ചെയ്യുമ്പം, സംസാരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സിൽ പാത്തോജൻസ് ക്യാരി ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ള ആറിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുന്നത് 5 മൈക്രോമീറ്ററിന് മുകളിലുള്ളതായിരിക്കും. നെക്സ്റ്റ്, ടിപ്പിക്കലി ഇത് ഒരു ട്രാൻസ്മിഷൻ റെഫർ ചെയ്യുന്നത് ഈ ഒരു ഇൻഫെക്റ്റഡ് പേഷ്യൻറ്റിൻ്റെ അടുത്തിൽ നിന്ന് ഉള്ളൊരു ഡിസ്റ്റൻസ് 3 ഫീറ്റ് ആണെങ്കിലാണ് ഇതൊരു ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എയർബോൺ ട്രാൻസ്മിഷൻ. ഡിസെമിനേഷൻ ഓഫ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ കണ്ടെയ്നിങ് ഇൻഫെക്ഷ്യസ് ഏജന്റ് ഡിസ്പേഴ്സ്ഡ് ഓവർ എ ലോങ് ഡിസ്റ്റൻസ് അപ് ടു 150 ഫീറ്റ്. ഫേസ് ടു ഫേസ് contact is not required. Special ventilation systems are required to prevent airborne transmission. So ഇവിടെ എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്, 150 ഫീറ്റ് ആണ് ഡിസ്റ്റൻസ് പറയുന്നത്. മാത്രമല്ല അത് ഫേസ് ടു ഫേസ് കോൺടാക്റ്റ് ആവശ്യമില്ല. നമ്മൾ എത്ര ദൂരത്തു നിന്നാണെങ്കിലും 150 ഫീറ്റ് അകലത്ത് നിന്നും ഈ ഒരു ഡിസീസ് ആൾ കഫ് ചെയ്യുമ്പോൾ, സ്നീസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത് സ്പ്രെഡ് ചെയ്ത് നമുക്കും കൂടി ആ ഒരു ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി പറയുന്നത് സ്പെഷ്യലായിട്ട് വെന്റിലേഷൻ സിസ്റ്റംസ് ഈ എയർബോൺ ട്രാൻസ്മിഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വേണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എക്സാമ്പിൾസ് ഓഫ് ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി സെക്രേഷൻസ് ആണ്. ഇത് ഡയറക്റ്റ് കോൺടാക്റ്റും ഇൻഡയറക്റ്റ് കോൺടാക്റ്റും ഉണ്ട്. അപ്പം ഡയറക്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നതാണ് ആന്ത്രാക്സ്, COVID-19, എൻറ്റിറോ വൈറസ്, നോറോ വൈറസ്. ഇനി ഇൻഡയറക്റ്റ് കോൺടാക്റ്റ് ആണെങ്കിൽ വരുന്നത് എന്താണ്, റോസ് കാർസോമ വൈറസ് ആൻഡ് സാർസ്. ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയസ് ഒക്കെ ആണെങ്കിൽ മെനിങ്കോകോക്കൽ മെനിങ്കൈറ്റിസ്, റുബെല്ല, പെട്രോസിസ്, കോമൺ കോൾഡ്, സാർസ്, ഇൻഫ്ലുവൻസ. ഇനി എയർബോൺ ട്രാൻസ്മിഷൻ വഴി നമുക്ക് ലഭിക്കുന്നതാണ് ഈ ട്യൂബർക്യുലോസിസ്, മീസൽസ്, വാരിസെല്ല, സ്മോൾ പോക്സ്, സാർസ്, ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞ ഡിസീസൊക്കെ ആ ഒരു എയർബോൺ ട്രാൻസ്മിഷനിലൂടെ നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പറയുന്നത് കോൺടാക്ട് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്വേഷൻസ്. അപ്പോൾ എന്തൊക്കെ പ്രിക്വേഷൻസ് നമുക്കിതിൽ എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നത്, ഫസ്റ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി AAC കിറ്റിൽ പറഞ്ഞാൽ AAC കിറ്റിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ PPE കിറ്റ് എന്ന് പറയുന്നത്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. സോ ഇതിൽ ഗൗൺ ആൻഡ് ഗ്ലൗസ് ഫോർ ഓൾ പേഷ്യൻ്റ് ഇൻറ്ററാക്ഷൻ, PPE on entry, discard before exiting room in addition to standard precautions. So ഈ PPE കിറ്റ് എന്ന് പറയുന്നതിൽ ഗൗണ്, ഗ്ലൗസ്, പേഷ്യൻ്റ് ഇൻട്രാക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് കിറ്റ് അത് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈ ആ ഒരു റൂമിൽ നിന്ന്, ആ ഒരു പേഷ്യൻ്റെ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ PPE കിറ്റ് ഡിസ്കാർഡ് ചെയ്യുകയും കൂടി ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് പ്രിക്വേഷൻസ് ഉണ്ട്, അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടി നമ്മൾ പാലിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്വേഷൻസ്. ഇതിൽ സിംഗിൾ room preferred, no special ventilation. Then patient must be masked if transport necessary. Instruct on respiratory hygiene. Healthcare workers wear surgical or procedure mask within 6 feet of the patient. Eye protection if splash or spray anticipated. സോ ഇവിടെ പറഞ്ഞ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനിലെ പ്രിക്വേഷൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ സിംഗിൾ റൂമാണ് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഷ്യൻറ്റ് എന്ത് ചെയ്യണം, ഇപ്പം ട്രാൻസ്പോർട്ട് നെസസറി ആയിട്ട് വരുവാണെങ്കിൽ ആൾ മാസ്ക് ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഹൈജീൻ, കഫ് ചെയ്യുമ്പം പാലിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ആൾക്ക് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് സർജിക്കൽ മാസ്ക് ഇട്ടിട്ട് വേണം ആളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ. മാത്രമല്ല 6 ഫീറ്റ് അകലെ നിന്നിട്ട് വേണം എല്ലാ കാര്യവും സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെയാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് പ്രിക്വേഷൻസ്.
നെക്സ്റ്റ് എയർബോൺ ട്രാൻസ്മിഷൻ വരുന്ന സമയത്ത് എടുക്കാൻ പറ്റുന്ന പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് എയർബോൺ ഇൻഫെക്ഷൻ ഐസൊലേഷൻ റൂംസ് അവൈലബിൾ ആക്കുക, ഹെപ്പ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുക. ദെൻ പേഷ്യൻറ്റ് മസ്റ്റ് ബി മാസ്ക് ഇഫ് ട്രാൻസ്പോർട്ട് നെസസറി വെച്ചാൽ മാസ്ക് ധരിച്ചിരിക്കണം. ട്രാൻസ്പോർട്ട് നെസസറി ആയിട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, മാസ്ക് ധരിച്ചിരിക്കണം. ഇനി ഹെൽത്ത് കെയർ വർക്കേഴ്സിന് പറയുന്നതാണ് N95 റെസ്പിറേറ്റർ പ്രയർ ടു എൻട്രിങ് ടു റൂംസ് ഡിസ്കാർഡ് ആഫ്റ്റർ എക്സിറ്റ്. അപ്പം N95 റെസ്പിറേറ്റർ ആ ഒരു പേഷ്യൻ്റെ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുക, പിന്നെ ഇറങ്ങുന്ന സമയത്ത് അത് ഡിസ്കാർഡ് ചെയ്യാം. Then higher level respirators must be used if aerosol generating devices used. Careful attention to proper putting on and taking off respirator including seal check. Alert others if need to transfer the patient from one place or room to another. സോ ഇതിൽ പറയുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സ് നോക്കേണ്ടത് N95 റെസ്പിറേറ്റേഴ്സ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഹൈ ലെവൽ റെസ്പിറേറ്റേഴ്സ് വേണം നമ്മൾ ആ ഒരു പേഷ്യൻ്റെ റൂമിൽ കയറുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ. കാരണം അവിടെ എറോസോൾ ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഹൈ ലെവൽ റെസ്പിറേറ്റേഴ്സ് യൂസ് ചെയ്യുക, അതുപോലെ കെയർഫുൾ അറ്റൻഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പേഷ്യൻറ്റിന് ഒരു പ്ലേസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റൂമിൽ നിന്ന് മാറ്റേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ മറ്റുള്ളവർ അത് റിമൈൻഡ് ചെയ്യില്ലെങ്കിൽ അവർക്ക് ഒരു അലേർട്ട് കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ്. സർജിക്കൽ മാസ്ക്, ഡസ്റ്റ് മാസ്ക്, N95 മാസ്ക്, ഹാൾഫ് മാസ്ക്, full face mask, chemical and or biological protection, then powered air purifying respirators. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സിൽ വരുന്നത്. ദെൻ ദ ഒബ്ജക്റ്റീവ്, അപ്പം നമ്മുടെ AIC കിറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് പറയുന്നത്. ടു പ്രൊട്ടക്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ഫ്രം എയർബോൺ ഇൻഫെക്ഷൻ. വർക്കേഴ്സിനെയും പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും എയർബോൺ ഇൻഫെക്ഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ AIC കിറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ AIC കിറ്റ് എന്ന് പറയുമ്പോൾ അതിലുള്ള നമ്മുടെ ഗ്ലൗസ് ആയാലും N95 മാസ്ക് ആണെങ്കിലും അതിനെല്ലാം പറയുന്നതാണ് ഇത്. ദെൻ ടു എൻഷുർ ഏർലി കണ്ടെയ്ൻമെൻറ്റ് ഓഫ് ഇൻഫെക്ഷൻസ് ഡ്യൂറിങ് ഔട്ട് ബ്രേക്ക്. അപ്പോൾ അത് പറയുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സ്പ്രെഡ് അല്ലെങ്കിൽ അതൊന്ന് കൺട്രോളായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ AIC കിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടു സപ്പോർട്ട് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ മെഷേഴ്സ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് സെറ്റിംഗ്സ്. ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് സെറ്റിംഗ്സിലൊക്കെ നമ്മുടെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ AIC കിറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്തൊക്കെയാണ് നമ്മുടെ AIC കിറ്റിൽ ഉള്ളതെന്ന്. ദ മെയിൻ കോമ്പോണൻസ് ഓഫ് ദ AIC കിറ്റ്. N95 respirators or mask which prevent the inhalation of airborne particles. അപ്പം എയർബോൺ പാർട്ടിക്കിൾസിന് ഇൻഹലേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് N95 റെസ്പിറേറ്റേഴ്സ് അല്ലെങ്കിൽ മാസ്ക്. ദെൻ ഫേസ് ഷീൽഡ് അല്ലെങ്കിൽ ഗോഗിൾസ് പ്രൊട്ടക്റ്റ് ഐസ് ഫ്രം ഇൻഫെക്ഷ്യസ് ഡ്രോപ്ലെറ്റ്. നമ്മുടെ കണ്ണുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഫേസ് ഷീൽഡ് ഓർ ഗോഗിൾസ്. ദെൻ ഡിസ്പോസിബിൾ ഗ്ലൗസ് പ്രിവെൻറ്റ് കോൺടാക്ട് ട്രാൻസ്മിഷന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കവറോൾസ് ഓർ ഗൗൺസ് പ്രൊട്ടക്റ്റ് സ്കിൻ ആൻഡ് ക്ലോത്തിങ്. നമ്മുടെ ക്ലോത്തിനെയും സ്കിന്നിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൗൺസ് ഒക്കെ ഇതിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ഹെഡ് ക്യാപ്സ് പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഫ്രം ഹെയറിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ വരാതെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഹെഡ് ക്യാപ്സ്. ദെൻ ഷൂ കവേഴ്സ് മെയിൻറ്റെയിൻ ഹൈജീൻ ഇൻ ഐസൊലേഷൻ സോൺസ്. ദെൻ ഹാൻഡ് സാനിറ്റൈസർ അല്ലെങ്കിൽ ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്ബ് എന്ന് വെച്ചാൽ നമ്മൾ ഹാൻഡ് ഹൈജീനിന് വേണ്ടിയിട്ടാണ് ഈ ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുന്നത്. ദെൻ ടിഷ്യൂ പേപ്പേഴ്സ് ടവൽസ് ഫോർ റെസ്പിറേറ്ററി ഹൈജീന് വേണ്ടിയിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പേഴ്സ് ആൻഡ് ടവൽസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഒരു AIC കിറ്റിൽ ഉള്ളത്. നെക്സ്റ്റ് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് കളർ കോഡഡ് വേസ്റ്റ് ബാഗ്സ് ഫോർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പം ഇതിൽ പറയുന്നത് വെച്ചാൽ ഓരോ വേസ്റ്റിനും ഓരോ ടൈപ്സ് ഓഫ് വേസ്റ്റിന് ഓരോ കളർ കോഡഡ് ആയിട്ടുള്ള വേസ്റ്റ് ബാഗ്സ് ഉണ്ട്. അതിൽ വേണം നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് പറയുന്നത്. ഈ AIC കിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ യെല്ലോ കളർഡ് ബാഗ്സിലാണ് നമ്മുടെ PPE കിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് ആ ഒരു കളർഡ് വേസ്റ്റ് ബാഗ്സിലാണ്. ഇനി ഡിസ്ഇൻഫെക്റ്റൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഒക്കെയാണ് നമ്മൾ ഒരു ഡിസ്ഇൻഫെക്ഷൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഓർ പ്രോട്ടോകോൾ ഷീറ്റ് ഗൈഡ്സ് ഓൺ പ്രോപ്പർ PPE യൂസ് ആൻഡ് വേസ്റ്റ് ഹാൻഡ്ലിംഗ്. അപ്പം ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ അല്ലെങ്കിൽ പ്രോട്ടോകോൾ ഷീറ്റ് ഉണ്ടാവും. അതിൽ പറയുന്നുണ്ടാവും എങ്ങനെയാണ് PPE കിറ്റ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പ്രോട്ടോകോൾ ഷീറ്റിൽ പറയുന്നുണ്ടാവും. ദെൻ സൈനേജ് എയർബോൺ ഇൻഫെക്ഷൻ ഐസൊലേഷൻ റൂം ബോർഡ്. സോ ഇതെന്ന് പറയുന്നത് സൈൻസ് ആൻഡ് സിമ്പിൾസ് ആണ്. എയർബോൺ ഇൻഫെക്ഷനെ സൂചിപ്പിക്കുന്ന സൈൻസ് ആൻഡ് സിമ്പിൾസ് അത് മെയിൻലി പബ്ലിക് ഏരിയാസിലൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. ഈ സൈനേജ് എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ ഐസൊലേഷൻ റൂം ബോർഡ് വെക്കണം എന്നുള്ളത്. അപ്പം അതുവഴി നമ്മുടെ പ്രൈവറ്റ് പബ്ലിക് ഏരിയാസിലൊക്കെ ഉള്ള സമയത്ത് മറ്റുള്ളവർക്കുമായിട്ട് നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സിമ്പിൾസും സിഗ്നേച്ചർ സൈൻസ് ഒക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് എയർബോൺ ഇൻഫെക്ഷൻ ഐസൊലേഷൻ റൂംസ് ആണോ എന്ന്
പറയാൻ വേണ്ടി സാധിക്കും. അപ്പം അങ്ങനെ ഉള്ളൊരു ബോർഡ്സും കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് യൂസേജ് ഗൈഡ് ലൈൻസ് ആണ്. വിയർ ഫുൾ PPE ബിഫോർ എൻറ്ററിങ് ആൻ എയർബോൺ ഐസൊലേഷൻ ഏരിയ. ഫോളോ ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ്. ഡു നോട്ട് റീയൂസ് ഡിസ്പോസിബിൾ PPE. ഡിസ്പോസ് വേസ്റ്റ് ആസ് പെർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ്. ഫോളോ സ്റ്റാൻഡേർഡ് ആൻഡ് എയർബോൺ പ്രിക്കോഷൻസ് സ്ട്രിക്ട്ലി. ഇപ്പം യൂസേജ് ഗൈഡ് ലൈൻസ് ആണ്. ഫസ്റ്റ് PPE കംപ്ലീറ്റ് ആയിട്ടും അത് വിയർ ചെയ്യണം. എയർബോൺ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഐസൊലേഷൻ ഏരിയയിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ കംപ്ലീറ്റ് PPE കിറ്റും നമ്മൾ ആ ഒരു യൂസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഹാൻഡ് ഹൈജീൻ, നമ്മൾ ആ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഹാൻഡ് ഹൈജീൻ നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ഈ PPE ഡിസ്പോസ് ചെയ്ത PPE കിറ്റ് നമ്മൾ ഒരിക്കലും വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് പ്രകാരം തന്നെ വേണം ഈ ഒരു വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആൻഡ് എയർബോൺ പ്രിക്കോഷൻസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഇത്രയാണ് യൂസേജ് ഗൈഡ് ലൈൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഇത് സ്റ്റോറേജ് ആൻഡ് മെയിൻറ്റെയിൻസ് ആണ്. സ്റ്റോർ ഇൻ എ ക്ലീൻ, ഡ്രൈ ആൻഡ് ആക്സസിബിൾ ഏരിയ. റെഗുലേറ്ററി ചെക്ക് ഫോർ എക്സ്പയറി ഓഫ് ഐറ്റംസ്. റിപ്ലനിഷ് യൂസ്ഡ് ഓർ എക്സ്പയർഡ് കോമ്പോണൻസ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ എന്താണ്, നല്ല ക്ലീനും ഡ്രൈയും ആക്സസിബിളുമായിട്ടുള്ള ഏരിയയിൽ വേണം ഇവ സൂക്ഷിക്കാൻ. അതുപോലെ ഇതിൻ്റെ എക്സ്പയറി റെഗുലറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പയർഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ അത് ഡിസ്കാർഡ് ചെയ്ത് കളയുകയും കൂടി ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് വെൻ ടു യൂസ്, എപ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഡ്യൂറിങ് സസ്പെക്റ്റഡ് ഓർ കൺഫേംഡ് കേസസ് ഓഫ് എയർബോൺ ഡിസീസ്. അപ്പം എയർബോൺ ഡിസീസ് കൺഫേം ചെയ്ത് അല്ലെങ്കിൽ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഏകദേശം നമുക്ക് ക്ലിനിക്കലി ഒരു കൺഫേം ആയാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് യൂസ് ചെയ്യണം. ഇനി വൈൽ കളക്ടിങ് സ്പ്യൂട്ടം സാമ്പിൾസ് ഫോർ TBക്ക് വേണ്ടിയിട്ടുള്ള സ്പ്യൂട്ടം സാമ്പിൾ കളക്ട് ചെയ്യുന്ന സമയത്തും നമുക്കിത് യൂസ് ചെയ്യണം. ആൻഡ് ഇൻ ഡെസിഗ്നേറ്റഡ് ഐസൊലേഷൻ റൂംസ് ഓർ ഡ്യൂറിങ് പേഷ്യൻ്റ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഐസൊലേഷൻ റൂംസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യണം. ദെൻ ഡ്യൂറിങ് ഔട്ട്ബ്രേക്ക് കൺട്രോൾ ഓപ്പറേഷൻസ് ഇൻ കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ്. അപ്പം ഏതെങ്കിലും ഒരു ഡിസീസിൻ്റെ ഔട്ട്ബ്രേക്ക് ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ കൺട്രോൾ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ദ പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്തിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഇത് കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഫസ്റ്റ്ലി ഇറ്റ് പ്രിവെൻറ്റ്സ് ദ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും. ദെൻ റെഡ്യൂസസ് ട്രാൻസ്മിഷൻ റിസ്ക് ഡ്യൂറിങ് ഔട്ട്ബ്രേക്സിൻ്റെ സമയത്ത് നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ആ ഒരു ട്രാൻസ്മിഷൻ അത് റെഡ്യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് എൻഷുർ സ്റ്റാഫ് സേഫ്റ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ സർവീസസ്. അപ്പം ഓരോ സ്റ്റാഫിൻ്റെയും സേഫ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സർവീസസിൻ്റെ കണ്ടിന്യൂറ്റിയും ഇത് വഴി എൻഷുർ ചെയ്യാൻ കൂടി സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് AIC കിറ്റ് എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ഇതോടുകൂടി നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെ ക്ലാസ്സസ് എല്ലാം കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ടോപ്പിക്സ് ഒന്നും നമുക്ക് ഇനി ഇല്ല എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് റിവിഷനാണ്. അപ്പം എല്ലാവരും കംപ്ലീറ്റ് ടോപ്പിക്സും ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വൺ ടൈം എങ്കിലും ഒന്ന് പഠിച്ച് നോക്കാം. നമുക്കിനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓരോ ടോപ്പിക്കിലും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാനുണ്ട്. കുറച്ച് വിട്ടുപോയ കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പം ജനറലി നടക്കുന്ന കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അപ്പം എല്ലാവരും തന്നിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. ബാക്കി ക്ലാസ്സസൊക്കെ നമുക്ക് ടെലിഗ്രാം ചാനലിൽ ക്ലാസ്സസും നിങ്ങളുടെ മന്ത്ലി ടെസ്റ്റും കൂടി കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും. അപ്പം അവിടെ ആയിരിക്കും നമുക്കിനി ബാക്കി റിവിഷൻസും ക്ലാസ്സസും ഒക്കെ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.